ഈ പാരപ്പടിയുടെ ഒരു കുഞ്ഞു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുട്ട പുഴുങ്ങാൻ വെക്കാട്ടോ. വേറെ നല്ല കുക്കറിൽ ഞാൻ മുട്ട പുഴുങ്ങാനായിട്ട് ഇടാം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് മുട്ട പുഴുങ്ങാൻ ഇട്ടു. പിന്നെ ഞാൻ ചപ്പാത്തിക്ക് കുഴച്ച് വയ്ക്കാന്ന് വെച്ച് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് അത് കുഴച്ച് വെച്ചു. കുഴച്ച് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെള്ളത്തിൽ കുറവുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ കൈ നനച്ചിട്ട് ഞാൻ പിന്നെ കുഴക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം കൂടിപ്പോവും ചപ്പാത്തിയിൽ, പിന്നെ ഭയങ്കര ഒട്ടിലാവും. അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പാകത്തിന് വെള്ളമായതിനു ശേഷം പിന്നെയും ഇത്തിരി വെള്ളം നനവ് വേണമെന്ന് വെച്ചാൽ വെള്ളം ഒഴിക്കില്ല, കൈ വെറുതെ നനച്ചിട്ട് പിന്നെയും അത് കുഴച്ച് വയ്ക്കുക ചെയ്യുക. അപ്പോൾ ഞാൻ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ ഭയങ്കര സുഖമായിട്ട് 2 സംഗതികളും മതി, തക്കാളിയും സവോളയും മാത്രം മതി. അപ്പോൾ ഏറ്റവും ചോപ്പറിൽ ഞാൻ സവോള അരിഞ്ഞു, എന്നിട്ട് ചീഞ്ചാട്ടി വെച്ച് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം സബോള ഇട്ടു. സബോള ചെറുതായിട്ട് വാടുമ്പോൾ മുരിയണ്ട, വാടുമ്പോൾ അതിലേക്ക് മഞ്ഞപ്പൊടി, ഉപ്പ്, മുളക് പൊടി ഇടും. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ മുരിയണ്ട, അതിനേക്കാൾ മുമ്പായിട്ട് തക്കാളി കൂടി ഇട്ട് 2 മിനിറ്റ് മൂടി വയ്ക്കും. ആ മൂടി വെച്ചതിന് ശേഷം മുട്ട പുഴുങ്ങിയതും കൂടി ഇട്ടിട്ട് 2 മിനിറ്റും കൂടി കുക്ക് ചെയ്യും, മൂടി വയ്ക്കും. അങ്ങനെ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് അപ്പോൾ ഒന്നും കൂടി ഒന്ന് യോജിക്കണ പോലെ തോന്നണ കാരണം ഭയങ്കര ശബ്ദത്തോട് കൂടിയിട്ട് മഴ പെയ്യുണ്ടായിരുന്നു. പിന്നെ ഞാൻ എല്ലാവർക്കും തക്കാളി ചമ്മന്തി ഇഷ്ടമില്ലാത്ത കാരണം ചിലർക്ക് മുട്ട റോസ്റ്റ് ഇഷ്ടമുള്ള കാരണം ഞാൻ ഇറച്ചി മസാല ഇട്ടിട്ട് വേറെ മുട്ട റോസ്റ്റും കൂടി ഉണ്ടാക്കിയിട്ട് അപ്പോൾ സബോള നീളനിലരിഞ്ഞ് അത് ഇത്രയും കൂടി മുരിയുമ്പോൾ എല്ലാ പൊടികളും ഇറച്ചി മസാല, മല്ലി, മഞ്ഞൾ, മുളക് എല്ലാം അത് ഇട്ടതിന് ശേഷം പിന്നെ തക്കാളി ഇട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കും, ഒന്ന് വഴലാനായിട്ട്. എന്നിട്ടായിരിക്കും മുട്ടയിട്ട് പിന്നെ ഒരു 2 മിനിറ്റ് കൂടി കുക്ക് ചെയ്തതിന് ശേഷം ഓഫാക്കാൻ പതിവ്. അപ്പോഴേക്കും പിള്ളേർ അവിടെ കോൾഡ് കോഫി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. കോൾഡ് കോഫി ഉണ്ടാക്കുന്നത് ബ്രൂ, അവർ ഇഷ്ടമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ടാണ് അവരുണ്ടാക്കാറ്. അപ്പോൾ അവർ ഈ പ്രാവശ്യം ബൂസ്റ്റ്, കാപ്പിപ്പൊടി, പിന്നെ പാല്, പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ബീറ്റ് ചെയ്തിട്ടും പൊന്തണില്ല. അപ്പോൾ അമ്മ ഇതെന്താ പൊന്താത്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവർ കറക്റ്റായിട്ടുള്ള ഫോമിലല്ല ബീറ്റ് ചെയ്യണം, അത് കാരണമാണ് പൊന്താത്തത്. അത് കഴിഞ്ഞിട്ട് അവർക്ക് എങ്ങനെ ചെയ്യാലും അത് കുടിച്ചാൽ മതി. അപ്പോൾ തണുത്ത പാലും പിന്നെ ബൂസ്റ്റൊക്കെ അല്ലേ. അപ്പോൾ അവരത് കുടിച്ചിട്ട് കുഞ്ഞു പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മയെന്ന് പറഞ്ഞു. കുടിച്ചു നോക്കിയെന്ന് പറഞ്ഞിട്ട് ഞാൻ കുടിച്ചു നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചപ്പാത്തി പണിക്ക് തന്നു. ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ കുഞ്ഞു കുട്ടി ചപ്പാത്തിയോളം ഞാൻ ഉണ്ടാക്കണ്ടായിരുന്നു. മക്കൾക്കായാലും ചെറിയ ചപ്പാത്തി ഇഷ്ടം. അപ്പോൾ പിന്നെ ഇതിലുണ്ടാക്കുമ്പോഴായാലും ചെറുതാണ് കൂടുതൽ ഉണ്ടായിട്ട് വരാനായിട്ട് നല്ലത്. പൂരിക്കൊക്കെയാണ് കൂടുതൽ നല്ലത് യൂസ് ചെയ്യാനായിട്ട്. എന്നാലും ഞാൻ കുട്ടി ചപ്പാത്തിയോളം ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ കുട്ടി ചപ്പാത്തിയോളൊക്കെ പാത്രമൊക്കെ കഴുകാണ്ടായിരുന്നു. അപ്പോൾ പാത്രമൊക്കെ കഴുകി പിന്നെ ചപ്പാത്തി കഴിക്കാനായിട്ടിരുന്നു. തക്കാളി ചമ്മന്തിയും ചപ്പാത്തിയും കൂടിയിട്ട് ഞങ്ങൾ കഴിച്ചിട്ട് ഞാനും മക്കളൊക്കെ കഴിച്ചത്. അപ്പോൾ അത് നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുവിനെ പൊട്ടിച്ച് പിന്നെ എന്തൊരു സംഗതി കഴിക്കാനായാലും അവളുടെ ആയുധം കൊണ്ടിട്ട് വരും. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോപ്സ്റ്റിക്ക് കൊട്ടിയിട്ട് കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പൊട്ടിച്ചിട്ട് തരാൻ പറഞ്ഞതെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. പിന്നെ കയ്യിൽ കുന്തം കണ്ടപ്പോൾ മനസ്സിലായി ചോപ്സ്റ്റിക്ക് കൊണ്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത്. അങ്ങനെ ഞാൻ ചപ്പാത്തി തക്കാളി ചമ്മന്തിയൊക്കെ കഴിച്ചിട്ട് ഞാൻ എൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് വീണ്ടും തന്നിട്ടുള്ള ചുരിദാർ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഈ മരമൊക്കെ വരച്ചിരിക്കുന്നത് നമ്മുടെ കുഞ്ഞനെ വരച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു ചുരിദാർ. ഇതൊരു പീച്ച് കളർ ചുരിദാറായിരുന്നു. നല്ല ഭംഗിയുള്ള ചുരിദാറാട്ടോ. ലേസൊക്കെ ഷോളിൻ്റെ അരികത്ത് ലേസൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഒരു പട്ട് പോലത്തെ ഒരു തുണി, പിന്നെ അതിൻ്റെ അടിഭാഗം ഇങ്ങനത്തെ ഒരു ഗോൾഡൻ്റെ കസവ് പോലെയുണ്ട്, ബാക്ക് വശവും അങ്ങനെ കസവ് പോലെയുണ്ട്. അങ്ങനെ 2 ചുരിദാറും എനിക്ക് ഇഷ്ടമായിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തയ്ച്ചിട്ട് കഴിഞ്ഞാൽ ഭംഗി തോന്നിക്കണ വിധത്തിലുള്ള ചുരിദാറായിട്ട് 2 ഞാൻ തയ്ക്കാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ബൈ.